ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഇപ്പോൾ ബെറിയപ്പ്. അപ്പോൾ ഈ ബെറിയപ്പ് വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബെറിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓട്സ് നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ, അതിന് പകരം വറുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്സൊക്കെ ഇവിടെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ബെറിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടത് യൊഗ്രട്ടാണ് കേട്ടോ. പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. പുളിയുള്ള തൈരൊന്നും എടുത്തേക്കരുത്. അപ്പോൾ യൊഗ്രട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതലൊന്നും വേണ്ട, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ യൊഗ്രട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പുളിയില്ലാത്ത കട്ട തൈര് തന്നെ നോക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബെറിയപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്ട്രോബെറി ക്രഷാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറി ഫ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ സ്ട്രോബെറി ക്രഷ് ആദ്യം ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മധുരവും ഫ്ലേവറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര മതിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലേവർ കുറവായതുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ സ്ട്രോബെറി ക്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ജാം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ സ്ട്രോബെറിനെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് സ്ട്രോബെറി മിൽക്ക് മിക്സും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 2 ഡ്രോപ്സ് സ്ട്രോബെറി മിൽക്ക് മിക്സ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ഒന്നും കൂടെ കൂടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് 2 ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ഇനി ഇതുപോലെ ബ്ലാക്ക് ഗ്രേപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പ് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഏത് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗ്രേപ്സ് ഇതുപോലെ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുക. ഫ്രഷ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ മധുരം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കളർ കുറവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പർപ്പിൾ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ പർപ്പിൾ ചേർക്കുക. ഞാനിപ്പോൾ പിസ്ത മിൽക്ക് മിക്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പിസ്തയുടെ നല്ലൊരു ഫ്ലേവറും കിട്ടിക്കോളൂ. നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. അപ്പോൾ എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് യോഗർട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് യോഗർട്ട് വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ ബെറിയപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൂട്ട് യോഗർട്ട് റെഡി ആക്കേണ്ടി വരില്ല. പിന്നെ ബെറിയപ്പിന് വേണ്ടത് മിക്സഡ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗ്രേപ്സ്, വാട്ടർമെലൺ, ഓറഞ്ച്, പിന്നെ കുറച്ച് ചെറിയാണ്. പിന്നെ നമുക്ക് ബെറിയപ്പ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറിലുള്ള കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ മിക്സഡ് നട്ട്സും വേണം. ഞാൻ ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ബെറിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 വർഷം ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റൊക്കെയാണ് വേണ്ടത്. നമ്മൾ വീട്ടിലിപ്പോൾ ഇതുപോലെ ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ നട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ട്രോബെറി ഫ്ലേവറിലുള്ള യോഗർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സ്ട്രോബെറി യോഗർട്ട് അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ കടയിൽ. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതിനുശേഷം പിന്നെ ഞാൻ പിസ്ത ഫ്ലേവറിലുള്ള യോഗർട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഫ്ലേവറിൽ ചെയ്യണമെന്നില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 2 കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് 2 യോഗർട്ട് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ 1 യോഗർട്ട് ആയാലും മതി. അപ്പോൾ 2 യോഗർട്ടിൻ്റെയും മുകളിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്സ്, കോൺഫ്ലേക്സ്, യോഗർട്ട്, ഇതാണ് നമ്മുടെ ബെറിയപ്പിന് മസ്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അതിൻ്റെ മുകളിൽ 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. കോൺഫ്ലേക്സിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ കുറച്ചും കൂടി സ്ട്രോബെറി യോഗർട്ടും അതുപോലെ പിസ്ത യോഗർട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നന്നായിട്ട് കുത്തി നിറക്കാനൊന്നും പറ്റില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്കിത് കമഴ്ത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനുള്ളതാണ്. അതുകൊണ്ട് കുത്തി നിറക്കരുത്, ജസ്റ്റ് ഇതിലേക്ക് ആക്കി കൊടുക്കാനേ പറ്റുള്ളൂ. വീണ്ടും ഞാൻ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുമ്പ് എടുത്ത് വെക്കണം, എന്നാലാണ് ഇതുപോലെ ക്രീമി ആയിട്ട് ലൂസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഐസ്ക്രീം ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഓട്സും മിക്സഡ് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്കോസും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്നും നിർബന്ധമല്ല. അപ്പോൾ നമ്മുടെ
ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കണം കേട്ടോ. ഇനി ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഗ്ലാസ് ഒന്ന് പൊക്കുക. അപ്പം നമ്മുടെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് ഇങ്ങനെ ഒഴുകി ഒഴുകി പാത്രത്തിലേക്ക് വരും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ? നല്ല കളർഫുള്ളായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.